ഡീപ്പ് ഫേക്ക് കേൾക്കാത്തവർ വളരെ കുറവായിരിക്കും. അഥവാ ആൾമാറാട്ടം നടത്തി ഒറിജിനലിനെ വെല്ലുന്ന രീതിയിൽ ഒരു വ്യക്തിയുടെ വ്യാജ വീഡിയോയോ ഓഡിയോയോ സൃഷ്ടിച്ചു പ്രചരിപ്പിക്കുന്നത് ഡീപ്പ് ഫേക്കിന് ഒരു ഉദാഹരണമാണ്. എന്നാൽ ഈ ഡീപ്പ് ഫേക്ക് ആശങ്കയുണ്ടാക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണ്. സൂക്ഷ്മമായി ശ്രദ്ധിച്ചാൽ കണ്ടുപിടിക്കാനും കഴിയും. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോ ഭാഗത്ത് സംസാരിക്കുന്നത്. അതിനു മുന്നേയായി നിങ്ങൾ ഈ ചാനലിൽ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഇതുപോലെ ടെക്നോളജി, ബിസിനസ് ആൻഡ് കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും അതോടൊപ്പം ഒരല്പം എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സംസാരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഒരു ജോബ് അന്വേഷിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഉയർന്ന ശമ്പളത്തോടു കൂടി വരുന്ന ജോബ് വാക്കൻസികളും നമ്മൾ ഈ ചാനലിനകത്ത് അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു മേഖലയെക്കുറിച്ച് അറിയാനും കേൾക്കാനും പഠിക്കാനും ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ ധൈര്യമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഡീപ്പ് സിന്തസിസ് സാങ്കേതിക വിദ്യയുടെ ഏറ്റവും കുപ്രസിദ്ധമായ ആപ്ലിക്കേഷനിൽ ഒന്നാണ് ഡീപ്പ് ഫേക്ക് അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഡീപ്പ് ലേണിംഗ്, ഓഗ്മെൻറ്റഡ് റിയാലിറ്റി തുടങ്ങിയ സാങ്കേതിക സഹായത്തോടെ വെർച്വൽ ദൃശ്യങ്ങളായ ടെക്സ്റ്റ്, ഇമേജുകൾ, ഓഡിയോ, വീഡിയോ എന്നിവ സൃഷ്ടിക്കുന്നതിന് ഡീപ്പ് സിന്തസിസ് ടെക്നോളജി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഡീപ്പ് ഫേക്കുകൾ വളരെ റിയലിസ്റ്റിക്കായി തോന്നാം. തെറ്റിദ്ധരിപ്പിക്കുക അല്ലെങ്കിൽ കബളിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ ചെയ്യുന്ന പ്രക്രിയയാണിത്. സോഷ്യൽ എഞ്ചിനീയറിംഗ്, അശ്ലീലത, തിരഞ്ഞെടുപ്പ് കൃത്രിമം, തെറ്റായ വിവര പ്രചാരണങ്ങൾ, ഐഡൻറ്റിറ്റി മോഷണം, സാമ്പത്തിക തട്ടിപ്പ് തുടങ്ങിയവയ്ക്ക് ഡീപ്പ് ഫേക്കുകൾ ഉപയോഗിക്കാൻ വേണ്ടി കഴിയും. ഒറിജിനലാണ് തോന്നിപ്പിക്കുന്നത് അഥവാ വാസ്തവമാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ആളുകളെ ബോധ്യപ്പെടുത്തുന്ന കണ്ടന്റുകൾ സൃഷ്ടിക്കുകയാണ് ഇവിടെ. വഞ്ചനാപരമായ പ്രവർത്തനങ്ങൾ, തന്ത്രപ്രധാനമായ വിവരങ്ങൾ വെളിപ്പെടുത്തൽ, സമൂഹത്തിൽ തെറ്റായ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കൽ, ബ്ലാക്ക്മെയിൽ തുടങ്ങിയവയെല്ലാം ഡീപ്പ് ഫേക്കുകളാൽ സാധ്യമാകുമെന്ന വലിയ ആശങ്കയ്ക്ക് ഇട നൽകുന്നുണ്ട്. തന്ത്രപരമായി ഒരുക്കുന്ന ഡീപ്പ് ഫേക്ക് ഐറ്റങ്ങൾ വ്യാജമാണെന്ന് ചിലപ്പോൾ സാധാരണക്കാർക്ക് മനസ്സിലായേക്കില്ലെന്ന് മാത്രമല്ല ചിലപ്പോൾ വിശ്വസിച്ചൊന്നും വരാം. ആൾമാറാട്ടം നടത്തി ഒറിജിനലിനെ വെല്ലുന്ന രീതിയിൽ ഒരു വ്യക്തിയുടെ വ്യാജ ഓഡിയോയോ വീഡിയോയോ സൃഷ്ടിച്ച് പ്രചരിപ്പിക്കുന്നത് ഡീപ്പ് ഫേക്കിന് ഒരു ഉത്തമ ഉദാഹരണമാണ്. ഈ ഡീപ്പ് ഫേക്കിനെ എങ്ങനെ തിരിച്ചറിയാൻ വേണ്ടി കഴിയുമെന്ന് നമുക്ക് നോക്കാം. യഥാർത്ഥ വ്യക്തികളുടെ സൂക്ഷ്മമായ ചലനങ്ങളോ ഭാവങ്ങളോ പൂർണ്ണമായി ഡീപ്പ് ഫേക്കുകൾക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. വീഡിയോയുമായി ഓഡിയോ പൂർണ്ണമായും പൊരുത്തപ്പെടാതെ വരാം. സീനിലെ ബാക്ക്ഗ്രൗണ്ടിലും ലൈറ്റിങ്ങിലും പൂർണ്ണമായ അനുയോജ്യത കണ്ടെന്ന് വരില്ല. വീഡിയോയിൽ കൂടുതൽ ബ്ലിങ്കിങ് കണ്ടേക്കാം. ഡീപ്പ് ഫേക്കുകളിൽ എന്തെങ്കിലും പൊരുത്തക്കേടുകൾ ഉണ്ടാകും എന്നതാണ് പ്രത്യേകത. വളരെ സൂക്ഷ്മതയോടെ ശ്രദ്ധിച്ചാൽ അവ കണ്ടുപിടിക്കാം. ഡീപ്പ് ഫേക്കുകൾ നന്നായി റെൻഡർ ചെയ്യാൻ പ്രയാസമാണ്. ഗുണനിലവാരമില്ലാത്ത ഡീപ്പ് ഫേക്കുകൾ കണ്ടെത്താൻ വളരെ എളുപ്പം തന്നെയാണ്. ഒരു കാര്യം കണ്ടത് ഡീപ്പ് ഫേക്ക് ആണെന്ന് സംശയം തോന്നിയാൽ അവയുടെ ആധികാരികത എന്തായാലും പരിശോധിക്കണം. ഉറവിടം വിശ്വസനീയമാണോ എന്ന് പരിശോധിക്കുക. പൊരുത്തക്കേടുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ വസ്തുക്കൾ പരിശോധിച്ച് സംശയ നിവാരണം നടത്തുക. ഡീപ്പ് ഫേക്കുകൾ കണ്ടെത്താൻ ഡീപ്പ് ഫേക്ക് ഡിറ്റക്ഷൻ സോഫ്റ്റ്വെയർ വരെയുണ്ട്. അവയും ഉപയോഗിച്ച് ഇത് കണ്ടെത്താൻ വേണ്ടിയും കഴിയും.